ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സധൈര്യം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി സ്ഥാനാർബുദ ബോധവൽക്കരണവും സൗജന്യ മാമോഗ്രാം പരിശോധനയും സംഘടിപ്പിച്ചു. ചളിങ്ങാട് ദിയ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ നോർക്ക പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ പി ടി കുഞ്ഞിമുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച എന്ന നിലയിൽ മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഡോക്ടറാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. ഏറ്റവും ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിനെ സാമൂഹ്യമായിട്ട് എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു നേതൃത്വം കൊടുത്തത് ഡോക്ടർ ഗംഗാധരനാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ആളുകളും നമ്മളുടെ സാധാരണ ആളുകൾ മാത്രമല്ല, വലിയ വലിയ ആളുകൾ പോലും ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്യുക. അതാണ് ഒരു ഫൈനലായിട്ട് ഡിസിഷൻ എടുക്കുന്നതിന് എത്ര നമ്മൾ ഡോക്ടർ ഗംഗാധരൻ്റെ അഭിപ്രായം കൂടി അറിയുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പല വലിയ വലിയ ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത വലിയ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു പാരമ്പര്യത്തിൻ്റെയും മാനവികതയുടെയും ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റെഫറൻസ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആദരിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്? ഇത് തന്നെയാണ് ഈ മനുഷ്യ മുഖം തന്നെയാണ്. വൈദ്യശാസ്ത്രത്തിലൊക്കെ മുഴുവൻ മനുഷ്യമുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ സംശയം പ്രകടിപ്പിക്കുന്ന ആളാണ്, അത് വേറെ വിഷയം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ഏത് കാലത്തും മനുഷ്യമുഖം നൽകി, അതിന് ഒരു മാനവികതയുടെ മുഖം നൽകി നമ്മളെയൊക്കെ സംരക്ഷിച്ച് നമ്മളെയൊക്കെ വേണ്ട രീതിയിൽ പരിഗണിച്ച് കൊണ്ടുപോകുന്നത്. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ പ്രഥമ പുനർജനി ജീവൻ രക്ഷാ പുരസ്കാരം ഡോക്ടർ വി പി ഗംഗാധരന് പി ടി കുഞ്ഞിമുഹമ്മദ് സമ്മാനിച്ചു. CPT വനിതാ വിംഗ് പ്രസിഡന്റ് സൗമ്യ സന്ദീപ് അധ്യക്ഷയായി. സെക്രട്ടറി നൂർജഹാൻ മുസ്തഫ, ട്രഷറർ CG സഗീർ, അസീന ഷറഫുദ്ദീൻ, രഹ്ന സുൽത്താൻ, CPT ഭാരവാഹികളായ PA നസീർ, നാസർ ചളിങ്ങാട്, KM സൈഫുദ്ദീൻ, TS മുസ്തഫ, TS നജീബ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ വി പി ഗംഗാധരൻ ക്ലാസുകൾ നയിച്ചു. വളരെ സാവധാനം മാത്രം വരുന്ന മാറ്റങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തടയാൻ സാധിക്കുമെങ്കിൽ തടയാൻ സാധിക്കണം. നമുക്ക് പ്രാരംഭ ദശയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കണം. പക്ഷെ ഈ രണ്ട് ശ്രമം നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. നമ്മളെന്നും ഒരു ചോദ്യം ഒരു ഉത്തരം. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അസുഖം വന്നാൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? നിങ്ങൾക്ക് വേണ്ട ഉത്തരം സാധിക്കും തന്നെയാണ്. പക്ഷെ അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തടയാൻ ശ്രമിക്കുന്നത്, രണ്ടാമത്തത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ 30% ക്യാൻസറുകൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയും. ഒന്ന്, പുകയില വേണ്ട. 2, മദ്യപാനം വേണ്ട. മൂന്നാമത്തത് നമ്മുടെ ആഹാര രീതികളാണ്. 4-മത്തെ വ്യായാമമാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറയുന്നത്. നമ്മൾ പുകയിലും മദ്യപാനം വേണ്ട, 100% വേണ്ട. ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കേണ്ട കാര്യം, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇലകൾക്കും ക്യാൻസറിനെ തടയാൻ ശക്തിയുണ്ട്. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെയും മധുരകം ഹെൽത്ത് എയ്ഡിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And now I have been witnessing the developmental change in my son. Your teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my
gratitude to Holy Grace family for providing a truly international curriculum to my son.